ക്യാപ്റ്റൻ വിക്രം ബത്ര, കാർഗിൽ യുദ്ധത്തിന്റെ നായകൻ. യുദ്ധത്തിൽ 5140 കൊടുമുടി പിടിച്ചടക്കിയതിന് ശേഷം അടുത്ത കൊടുമുടി പിടിച്ചെടുക്കാനുള്ള ദൗത്യം വീണ്ടും ഏറ്റെടുത്തു. അങ്ങനെ സഹസൈനികരെ രക്ഷിച്ച ആളാണ് അദ്ദേഹം. പക്ഷേ യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വാക്കുകൾ ഇങ്ങനെയാണ്: ഒന്നുകിൽ മൂവർണ്ണ പതാക ഉയർത്തി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ അത് ധരിച്ച് ഞാൻ തിരിച്ചു വരും. രാജ്യം അദ്ദേഹത്തെ പരംവീർ ചക്ര നൽകി ആദരിച്ചു. മേജർ ജനറൽ ഇയാൻ കാർഡോസോ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ കുഴിബോംബിൽ ചവിട്ടി അദ്ദേഹത്തിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഡോക്ടർമാർക്ക് പോലും തന്റെ കാല് മുറിക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹം ഒരു ഗൂർഖ കത്തി ആവശ്യപ്പെട്ട് സ്വയം തന്റെ കാല് മുറിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയൂ? ഇതുകൊണ്ട് ഈ കുഴിച്ചിടാൻ. ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ ഒരു ധീരനായിരുന്നു, കൂടാതെ കരുണാമയനായ ഒരു മനുഷ്യന്. തന്റെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാൻ വേണ്ടി സംഭാവന ചെയ്യുന്നു. ഇനിയുണ്ട് വീരന്മാർ. സുബേദാർ യോഗേന്ദ്ര സിംഗ് യാദവ്, അതേപോലെ റൈഫിൾമാൻ ജസ്വന്ത് സിംഗ് റാവത്ത്. അദ്ദേഹം ഒരു ധീരനായ മനുഷ്യനാണ്. ഒരു വലിയ ചൈനീസ് ബറ്റാലിയനെ അദ്ദേഹം ബുദ്ധിപൂർവ്വം 3 ദിവസം എതിർത്തു. അരുൺ ഖേദർപാൽ, മേജർ സോമനാഥ് ശർമ്മ, അങ്ങനെ എത്ര വീരന്മാർ. കേശോട്ടാ, ഈ പറഞ്ഞ വീരന്മാർക്കെല്ലാം സല്യൂട്ട്.